ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഖമേനി ഇന്ത്യയുടെ മിത്രമായിരുന്നോ അതോ ശത്രുവായിരുന്നു? പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു? ഇന്ത്യയുമായുള്ള ഇറാന്റെ ബന്ധം എക്കാലവും പരസ്പര താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ കാശ്മീർ വിഷയത്തിൽ ഖമനേയുടെ നിലപാടുകൾ തികച്ചും സമ്മിശ്രമായിരുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയപ്പോൾ നടപടിയെ പരസ്യമായി വിമർശിച്ച നേതാവാണ് ഖമേനി. കാശ്മീരിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും അവിടെയുള്ള അടിച്ചമർത്തലുകൾ ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസ്താവന. 1990കളിലും അദ്ദേഹം സമാനമായ രീതിയിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിച്ചിരുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ തികച്ചും വിപരീതമായ മറ്റൊരു ചിത്രവും കൂടി നമുക്ക് കാണാൻ കഴിയും. 1990കളിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യക്ക് രക്ഷയായത് ഇതേ ഇറാൻ തന്നെയായിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ തന്ത്രപരമായ ഇടപെടലിനെ തുടർന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ പാകിസ്ഥാന്റെ പ്രമേയത്തെ ഇറാൻ പിന്തുണച്ചില്ല. ഇന്ത്യക്ക് മേൽ ഉപരോധം വരാനിടയുണ്ടായിരുന്ന ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും രാജ്യം രക്ഷപ്പെട്ടത് ഇറാന്റെ ആ ഒറ്റ നിലപാടിലൂടെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മേഖലയിൽ പാകിസ്ഥാനെ പലപ്പോഴും പരസ്യമായി വിമർശിച്ചിട്ടുള്ള ഖമേനിയുടെ ഇറാൻ ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ എന്നും ഒരു പ്രധാന സഖ്യകക്ഷി തന്നെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള പാകിസ്ഥാന്റെ വ്യാപാര പാതകളെ നിയന്ത്രിക്കാനും ഇറാൻ സഹായിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാനെ അകറ്റി നിർത്താൻ സഹായിച്ച ഒരു നയതന്ത്ര മിത്രമായും, എന്നാൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു കടുത്ത വിമർശകനുമായാണ് അലി ഖമേനി ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക. ഖമേനിയുടെ വിയോഗം പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി ഉയർത്തുമ്പോൾ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ ഇറാന്റെ പുതിയ നേതൃത്വം കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭാവിയിൽ എന്ത് നയതന്ത്ര നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.